നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടൊവിനോ കേന്ദ്ര കഥാപാത്രത്തിലെത്തി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ എന്ന സിനിമയുടെ വിശേഷമാണ്. 2 മണിക്കൂർ 20 മിനിറ്റുള്ള സിനിമ. ഫെബ്രുവരി 3 വെള്ളിയാഴ്ചയാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. തിയേറ്ററിൽ അത്യാവശ്യം മിക്സഡ് ആയിട്ടുള്ള ഒരു റിവ്യൂസൊക്കെ കിട്ടിയ സിനിമയാണ്. ചിലർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് ഇത് ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് സ്പീഡിൽ പോയി, ചില സെക്കൻഡ് ഹാഫ് കണക്റ്റ് ആയില്ല, സെക്കൻഡ് ഹാഫിൻ്റെ എഴുത്ത് മോശമായി, ചിലർക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ടൊവിനോയെ കൂടാണ്ട് ഒരു വലിയ താരനിര തന്നെയാണ്. അതായത് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ ഓരോരുത്തരുടെയും ആരുടെയും പേര് മറക്കാണ്ട്, ടൊവിനോയുടെ ഗ്യാങ്ങിലുള്ള ടൊവിനോ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, സൗബിൻ ഷാഹിർ, ഇവർ 4 പേരുണ്ട്. ഇവരെ കൂടാണ്ട് ഭാവന, അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ ചെറിയൊരു റോളുണ്ട്, ഗണപതി, ഷൈൻ ടോം ചാക്കോ, ഇന്ദ്രൻസ്, മണിക്കുട്ടൻ, മാല പാർവതി, അൽതാഫ് സലീം, മധുപാല്, വിജയ് ബാബു, ചന്തു സലീംകുമാറിൻ്റെ മകൻ്റെ 2ാമത്തെ പടം, ഡയറക്ടർ രഞ്ജിത്തുണ്ട്, ദിനേശ് പ്രഭാകറുണ്ട്, മേജർ രവി ഒരു ചെറിയ റോളുണ്ട്, അഭിറാം രാധാകൃഷ്ണൻ, അബു സലീം എന്ന് വേണ്ട ഒരു വലിയ താരനിര തന്നെയുണ്ട്. കുറേ വളരെ റിച്ചായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി സിനിമ നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എനിക്ക് ഒരേപോലെ വർക്കായ സിനിമയാണ്. നല്ല രസമായിട്ട് എനിക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന സിനിമകൾ പേഴ്സണലി എനിക്ക് ഒന്നാമതും ഇഷ്ടമാണ്. പക്ഷേ ഈ സിനിമ ഒരിടത്ത് പോലും ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാതെ അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നിയില്ല. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകടനം ആരാന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലായിട്ട് വന്ന ടൊവിനോയുടെ ആക്ടിങ് തന്നെയാണ്. ടൊവിനോ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. ഈ അഭിനയിക്കുന്ന സൂപ്പർ ഹീറോ, ഇതിൻ്റെ ഒരു കഥ എന്ന് വെച്ചാൽ എങ്ങനെയോ ഒരു സൂപ്പർ സ്റ്റാറായി പോയ ഒരു സൂപ്പർ സ്റ്റാർ നേരിടുന്ന വെല്ലുവിളികളാണ് സിനിമയുടെ ഒരു വിശേഷം. അതായത് എങ്ങനെയോ ഒരു സുപ്രഭാതത്തിൽ 2-3 പടം പുള്ളിയുടെ ഹിറ്റാവുന്നു, പുള്ളി സൂപ്പർ സ്റ്റാർ ആവുന്നു, പിന്നെ പുള്ളിക്ക് അത് ഇമേജ് പിടിച്ചെടുത്താൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് സിനിമയുടെ ഒരു ഔട്ട്ലൈൻ. ഇത് സ്പോയിലറൊന്നും അല്ല കേട്ടോ. ഇനി അത് കാണുമ്പോൾ നല്ല രസമായിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ടൊവിനോ ആക്ടിങ് അറിയാൻ പാടാത്ത ആക്ടിങ് അറിയാവുന്ന എല്ലാ രീതികളും സൂപ്പറായിട്ട് അഭിനയിച്ച് കാണിച്ചു. ഏറ്റവും ബ്രില്യൻ്റായിട്ട് ടൊവിനോ എന്ത് ചെയ്താലും നാച്ചുറലായിട്ട് ചെയ്യണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അടിപൊളിയായിട്ട് ടൊവിനോ ആ റോൾ ഹാൻഡിൽ ചെയ്തു. ടൊവിനോയെ കൂടാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. സുരേഷ് കൃഷ്ണ അടിപൊളിയായിട്ട് ചെയ്തു ആ റോള്. പൈലി കുറവിലങ്ങാട് എന്ന റോളാണ്. നല്ല രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസിനും അത്യാവശ്യം നല്ല റോളുണ്ട്. ബാലു വർഗീസിന് ഭയങ്കര പെർഫോം ചെയ്യാനൊന്നുമില്ലെങ്കിലും 1-2 സീനിൽ നല്ല രസമായിട്ട് പുള്ളി പെർഫോം ചെയ്യാനുള്ള സ്ഥലത്ത് നന്നായിട്ട് ചെയ്തു. ബാലു വർഗീസിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. നല്ല രസമായിട്ട് പുള്ളി ചെയ്തു. പിന്നെ ഡയറക്ടർ രഞ്ജിത്തുണ്ട്. രഞ്ജിത്തിന് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, എന്നാലും അവസാനത്തെ ക്ലൈമാക്സിലൊക്കെ നല്ല രസമായിരുന്നു. അനൂപ് മേനോനെ പെർഫോം ചെയ്യാനുണ്ട്. അനൂപ് മേനോൻ നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. ഭാവനയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, പക്ഷേ ചെയ്ത സംഭവങ്ങളെല്ലാം ഭാവന വൃത്തിയായിട്ട് ചെയ്തു. സൗബിൻ ഷാഹിറിൻ്റെ പെർഫോമൻസ് ഓഫ് കോഴ്സ് സൂപ്പറായിരുന്നു. സൗബിൻ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു നാച്ചുറലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു സൗബിൻ. ചന്തു സലീംകുമാറിൻ്റെ കാര്യം പറയണമെന്ന് തോന്നി. കുറച്ച് നേരമേ ഉള്ളൂ പുള്ളി സെക്കൻഡ് ഹാഫിൽ, പക്ഷേ ഉള്ള സമയത്ത് പുള്ളിക്ക് നല്ല രസമുണ്ടാകും. പുള്ളി നല്ല രസമായിട്ട് ചെയ്തു. എനിക്ക് പേഴ്സണലി സലീംകുമാറിന് ഇഷ്ടമുള്ള ആർക്കും ചന്തുവിനോടൊരു ഇഷ്ടം തോന്നുന്നു. നോർമലി എനിക്ക് സലീംകുമാറിനെ വാർത്ത വെച്ചേക്കണ പോലെ കാണാനും. അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിട്ട് ചന്തു ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്തു. ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് പിന്നെയും പറയാൻ തോന്നിയത് ടൊവിനോയുടെ പെർഫോമൻസ് തന്നെയാണ്. ടൊവിനോ സൂപ്പറായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് സീൻസിലൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ കുറച്ച് കുട്ടികളുണ്ട്, അവരൊക്കെ നല്ല രസമായിട്ട് എല്ലാവരും ബാക്കി അവരുടെ റോളും എല്ലാം നല്ല രീതി ചെയ്തു. ബാക്കി കുറേ പേര്, മണിക്കുട്ടനും ഷൈൻ ടോം ചാക്കോയും ഒക്കെ ശരിക്കും സിനിമാ താരങ്ങളായിട്ട് തന്നെയാണ് വരുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് സിനിമ പറയുന്നത്. അതിന് ഫസ്റ്റ് ഹാഫ് ഈ ഒരു കമൻറ്റ് എനിക്ക് പെട്ടെന്ന് കറക്റ്റ് ആയ തോന്നി. കാരണം ഈ സിനിമ പട്ടയെന്ന് ഇങ്ങനെ പോകും. എന്നുവെച്ചാൽ നമ്മൾക്ക് ഈ ഫസ്റ്റ് ഹാഫ് ഒന്നും കഴിഞ്ഞാൽ അറിയില്ല, നമ്മൾ ടക്ക് എന്ന് പോവുകയാണ്. റിച്ചായിട്ടുള്ള വിഷ്വൽസാണ്, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കാശ് മുടക്കി എടുത്ത സിനിമയാണ്. വൃത്തിയായിട്ട് ഇത് സംവിധാനവും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എവിടെയാണ് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചില സിനിമകൾ അങ്ങനെയാണല്ലോ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ചില സിനിമകൾ പർപ്പസ്ഫുള്ളി ഡിഗ്രേഡ് ചെയ്യാൻ നോക്കണ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ സിനിമയൊക്കെ ശരിക്കും തിയേറ്ററിൽ വിജയിക്കേണ്ട സിനിമയാണ്. എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരു തവണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നടികർ തിലകമെന്നായിരുന്നു സിനിമയുടെ ആദ്യത്തെ പേര്. അങ്ങനെ പിന്നെ അത് മാറ്റി നടികർ എന്നാക്കി മാറ്റി. പേഴ്സണലി എനിക്ക് കൊള്ളാം. ഭാവനയുടെ ആക്ടിങ്
ഓഫ് കോഴ്സ് കുറേ നാളുകൾക്ക് ശേഷം ഭാവനയെ കാണുന്നതാണ്. അതൊക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ.